നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും. നാട്ടിക പഞ്ചായത്തിൽ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തി LDF ഭരണസമിതി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി. വാർത്തകൾ വിശദമായി. വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും രഹസ്യ കരാർ വിജിലൻസ് അന്വേഷിക്കുക, മിനി കുടിവെള്ള പദ്ധതി അഴിമതി വിജിലൻസ് അന്വേഷിക്കുക, ജലജീവൻ പദ്ധതി പ്രകാരം പൊളിച്ച റോഡുകൾ ശരിയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി A മുഹമ്മദ് ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ ഹിറോസ് ത്രിവേണി, ഗഫൂർ തളിക്കുളം, CV ഗിരി, മുനീർ ഇടശ്ശേരി, വിനോദൻ നെല്ലിപ്പറമ്പിൽ, ഷൈജ കിഷോർ, ഗീത വിനോദൻ, AS ഷീബ, നീന രമണൻ, സജു ഹരിദാസ്, സുമിത സജു, ബേബി എന്നിവർ സംസാരിച്ചു. പത്താംകല്ലിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് വാസൻ KR, VA ഷക്കീർ, KS രാജൻ, പ്രകാശൻ പോർത്തറ, ബഷീർ മടത്തിപ്പറമ്പിൽ, VC സുധീർ, K വിജയൻ, PM മൂസ, KB ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടിവെള്ളം ലഭിക്കാത്ത ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിവേദനവും നൽകി. ഞാൻ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ വീട്ടിലേക്ക് ഒരു ബില്ല് വന്നത് കാണുന്നത്. അപ്പോഴാണ് എൻ്റെ വീട്ടിൽ ടാപ്പ് ഏതൊരു ഭാഗത്ത് ഒരു കാട്ടിൽ വെച്ചിട്ടുള്ള മാതിരി അറിയുന്നത്. 1800 രൂപ എനിക്ക് വരെ ബില്ല് വന്നത്. ഒരു തുള്ളി വെള്ളം ഇന്ന് വരെ എൻ്റെ വീട്ടിലേക്ക് എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലെ അനുഭവം കൂടെ പങ്കുവച്ചത് ഇവിടെ നിൽക്കുന്നവരും നാളെ ഒരു പക്ഷേ നമ്മുടെ ഈ പ്രാദേശികമായി കാണുന്ന ഈ ചാനലിൽ നിന്ന് കേൾക്കുന്നവരും അവർക്കും അറിയാം, അവരുടെ കുടുംബങ്ങളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ മാസം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ബില്ല് വരികയാണ്. ബില്ല് വരുന്നു, വെള്ളം കിട്ടുന്നില്ല എന്ന് തളിക്കുളം ഗ്രാമപഞ്ചായത്തിന് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ചില വാർഡുകളുണ്ട്. നമുക്കറിയാം, കായലോരവുമായി ബന്ധപ്പെട്ട 4-5 വാർഡുകൾ, തൊട്ടടുത്ത 3-ാം വാർഡ്, ഇപ്പോൾ മാറി തീരദേശം. കണ്ടശങ്കടവ് SH ഓഫ് മേരീസ് കോൺവെന്റ് സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി. 2023 ജനുവരി 10 വിശുദ്ധ ചാവറ പിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ പ്രയാണത്തോടെയാണ് കോൺവെന്റ് ഹൈസ്കൂളിന്റെയും LP സ്കൂളിന്റെയും ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സമാപന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. CMC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ ക്രിസ്ലീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശതാബ്ദി മാഗസിൻ പ്രകാശന കർമ്മവും സിസ്റ്റർ നിർവഹിച്ചു. അതിരൂപത മെത്രോപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കണ്ടശങ്കടവ് സെയിന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ജോസ് ചാലക്കൽ ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്തു. കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ഐറിൻ ആന്റണി CMC റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാഠ്യേതര രംഗങ്ങളിലും സംസ്ഥാന തലത്തിലും ഉന്നത വിജയം നേടിയവർക്ക് ലോക്കൽ മാനേജർ സിസ്റ്റർ ആത്മ CMC സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിരമിക്കുന്ന അധ്യാപിക ലീമ ജോസിന് യാത്രയയപ്പും നൽകി. സെന്റിനറി കമ്മിറ്റി ജോയിന്റ് ജനറൽ കൺവീനർ AP ജോസ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് വീട് പുനരുദ്ധാരണ ഫണ്ടും വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ ചികിത്സാ സഹായവും DEO ഡോക്ടർ A അൻസാർ KAS ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായവും വിതരണം ചെയ്തു. ഇന്റർ സ്കൂൾ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽജി ഷാജു സമ്മാന വിതരണം നടത്തി. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള എൻഡോമെന്റ് പൂർവ്വ വിദ്യാർത്ഥി റോസി പൈനാടത്ത് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഐറിൻ ആന്റണി CMCക്കു നൽകി. വിവാഹ ധനസഹായം LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വന്ദന CMC, ഡയാലിസിസിനുള്ള ധനസഹായം ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഐറിൻ ആന്റണി CMC എന്നിവർ കൈമാറി. വാർഡ് മെമ്പർ PT ജോൺസൺ സ്വയം തൊഴിൽ ധനസഹായവും വിതരണം ചെയ്തു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, ഹൈസ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത്, LP സ്കൂൾ PTA പ്രസിഡന്റ് കിരൺ KK, അധ്യാപക പ്രതിനിധി പൗളി AG, വിദ്യാർത്ഥി പ്രതിനിധി അന്ന മരിയ ഔസേപ്പ്, സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ലീമ ജോസ് K, LP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ വന്ദന CMC തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രധാനാധ്യാപികമാരായ സിസ്റ്റർ ഐറിൻ ആന്റണി CMC, സിസ്റ്റർ വന്ദന CMC
SDMC എന്നിവർ നേതൃത്വം നൽകി. ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ശതാബ്ദി കമ്മിറ്റിയും ചേർന്ന് സമാഹരിച്ച 15 ലക്ഷത്തോളം രൂപ ചികിത്സാ സഹായം, ഭവന പുനരുദ്ധാരണം, ഉന്നത വിദ്യാഭ്യാസ സഹായം, വിവാഹ സഹായം, ഡയാലിസിസ് ഫണ്ട്, വൃദ്ധസദനങ്ങൾക്കുള്ള സഹായം, നിർധന കുടുംബങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങളുടെ കിറ്റുകളുടെ വിതരണം, ഓണപ്പുടവ വിതരണം, ഭവനങ്ങളെ ദത്തെടുക്കൽ എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, പൂർവ്വ അധ്യാപക സംഗമങ്ങൾ, ഇന്റർ സ്കൂൾ മത്സരങ്ങൾ, ശതാബ്ദി സ്മരണിക, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം തുടങ്ങിയ പ്രവർത്തനങ്ങളും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ മണലൂർ കൃഷിഭവന് കീഴിൽ അഗ്രോ ഭരണി എന്ന സഹകരണ കൃഷി കൂട്ടായ്മയുടെ വിത്തുനടിയിൽ ഉത്സവം പ്രൊഫസർ ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷോയ് നാരായൺ അധ്യക്ഷത വഹിച്ചു. മണലൂർ കൃഷി ഓഫീസർ ഡോക്ടർ ജാസ്മിൻ, കഴിഞ്ഞ വർഷത്തെ കർഷക അവാർഡ് ജേതാക്കൾ, കൂട്ടായ്മ അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. നമ്മൾ അടിസ്ഥാന വളമായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ ഉമിക്കരി. ഇത് കൂടി 15 ദിവസം നമ്മൾ മിക്സ് ചെയ്ത് സൂക്ഷ്മാണുക്കൾ വർദ്ധിപ്പിക്കാൻ വെക്കുകയും ചെയ്തു. ഒപ്പം തന്നെ 15 ദിവസം ചുവന്ന മണ്ണ് കൂടി pH ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുമ്മായം കൂടി മിക്സ് ചെയ്ത് 15 ദിവസം വെച്ചതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു കൂട്ടാണ് നമ്മുടെ ഈ വളം എന്ന് പറയുന്ന വളക്കൂട്ട്. ക്യാൻസർ രോഗികൾക്ക് വിഗുകൾ നൽകാൻ എറവ് സെയിന്റ് തെരേസസ് കപ്പൽ പള്ളിയിൽ മാതൃവേദിയും തിരുനാൾ ചാരിറ്റി കമ്മിറ്റിയും ചേർന്ന് ഒരുക്കിയ കേശദാനം, കാരുണ്യദാനത്തിൽ 42 വനിതകൾ കേശദാനം നടത്തി. ഗീതാ സന്തോഷ് ആദ്യത്തെ കേശദാനം നടത്തി. തുടർന്ന് ഇടവകയിലെ വിദ്യാർത്ഥിനികൾ, യുവതികൾ, വീട്ടമ്മമാർ എന്നിവരുൾപ്പെടെയുള്ളവരും മുടിദാനം ചെയ്തു. സിസ്റ്റർ അഞ്ജലി, LC ഡേവിഡ്, ലിസി രാജു, ഫ്ലോറി, ത്രിസ്യാമ്യ ജോസ്, ജോബി, സിജി ബിജു, മാഗി ആന്റണി എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക പഞ്ചായത്തിൽ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തി LDF ഭരണസമിതി. 2013 കോൺഗ്രസ് ഭരണസമിതി സ്ഥാപിച്ച ത്രിപ്രയ സെന്ററിലെ ഡിവൈഡർ, പരസ്യ ബോർഡ് എന്നിവയ്ക്ക് 10 വർഷത്തെ കരാറുണ്ടാക്കിയത് UDF ഭരണസമിതിയായിരുന്നു. ഇതിന്റെ പേരിൽ അനധികൃതമായി പണം സമ്പാദിക്കുകയും 3 വർഷത്തിന് ശേഷം സിഗ്നൽ എടുത്തുമാറ്റി കരാർ ലംഘിക്കുകയും കരാറുകാരന് അധിക ലാഭമുണ്ടാക്കാൻ അവസരമുണ്ടാക്കിയ LDF ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയാണ് കരാർ വെച്ചതും അഴിമതി നടത്തിയതുമെന്ന വ്യാജ പ്രചരണം നടത്തിയാണ് UDF അവിശ്വാസം കൊണ്ടുവന്നത്. എന്നാൽ 3 മണിക്കൂർ സമയം ഉണ്ടായിട്ടും അവിശ്വാസ പ്രമേയത്തിന്മേൽ ഒരംഗം പോലും ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുകയുമാണ് ഉണ്ടായത്. നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2013 ഒക്ടോബർ 22 മുതൽ ഡിവൈഡർ, സിഗ്നൽ ലൈറ്റ്, പരസ്യ ബോർഡ്, ക്ലോക്ക് ടവർ, ടോയ്ലറ്റ്, 100 ദിന പരിപാടിയിൽ പൊതുജനങ്ങളിൽ നിന്നും പിരിച്ച ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിന് നഷ്ടം വരുത്തി ദൂർത്തടിച്ചതുൾപ്പെടെ പരാതി ഹൈക്കോടതി വക്കീലിന്റെ നിർദ്ദേശാനുസരണം വിജിലൻസിന് കൈമാറുകയും ചെയ്തു. ഇതാണ് UDF നേതൃത്വത്തെ വിറളി പിടിപ്പിച്ച് സമരാഭാസം നടത്തുന്നതിന് കാരണമായത്. നാട്ടിക പഞ്ചായത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും 10 കൊല്ലം തുടർച്ചയായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഭരിച്ചിട്ട് തുടർ പദ്ധതികളോ വികസന പ്രവർത്തനങ്ങളോ ഇല്ലാതെ ജനങ്ങളെ വഞ്ചിച്ചതും നാട്ടികയിലെ പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെയും ജാള്യതയും കളവ് ഒളിപ്പിച്ചു വയ്ക്കാനുള്ള വ്യഗ്രതയുമാണ് UDFന്റെ ഈ സമരാഭാസത്തിന് പിന്നിലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ പറഞ്ഞു. ഇത് തികഞ്ഞ അവജ്ഞതയോടെ തള്ളിക്കളയാൻ പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറാകണമെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അവിശ്വാസം തള്ളിയതിൽ തൃപ്രയാറിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. തുടർന്ന് നടന്ന യോഗം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KB ഹംസ, KR സീത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു എന്നിവർ സംസാരിച്ചു. നാട്ടികയിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ മണികണ്ഠനെ പ്രസിഡന്റാക്കാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മെമ്പറായിട്ടുള്ള റസീന ഖാലിദിനെ വൈസ് പ്രസിഡന്റാക്കാൻ തീരുമാനമടക്കം എടുത്തു. ഒരു രാഷ്ട്രീയ നിലപാടില്ലാത്ത ഈ കക്ഷികൾ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനാധിപത്യ രീതി എന്ന് പോലും മനസ്സിലാക്കാതെ അവിടെ 5 അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് കൊടുക്കുകയും
ഇന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ BDയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ആ യോഗത്തിനകത്ത് അവിശ്വാസ പ്രമേയത്തിന് കൊടുത്തിട്ടുള്ള വിഷയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവതാരകനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അംഗങ്ങളോ 3 മണിക്കൂർ ചർച്ച നടത്താം. ആ 3 മണിക്കൂർ പോയി 3 മിനിറ്റ് പോലും ചർച്ച ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുക. കലയുടെ മർമ്മമറിഞ്ഞ കലാകാരനായിരുന്നു വിനോദൻ മാസ്റ്റർ എന്ന് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അഭിപ്രായപ്പെട്ടു. ബ്ലൂമിംഗ് ബേർഡ്സ് സ്കൂളിൽ മെഹ്ഫിൻ സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിനോദ വിസ്മയം 2024 അനുസ്മരണ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു PI സജിത. എനിക്കുള്ളൊരു പരിചയം ഞാനിതൊരു ഉദ്ഘാടനത്തിനുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒറീസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് വിനോദമാഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യത്തെ ഞാൻ അറിയുന്ന വിനോദമാഷ് ഒറീസിലെ അധ്യാപകൻ എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. കാരണം ഞാൻ അന്ന് പഠിച്ചിരുന്നത് ക്ലാസിക്കലായിരുന്നു. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട 2 ട്യൂഷൻ സെന്ററുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഹൈസ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന ക്ലാസിക് ട്യൂഷൻ സെന്ററും ഒന്ന് ഒറീസുമായിരുന്നു. അന്ന് പക്ഷെ ഞാൻ ചേർന്നിരുന്നത് ക്ലാസിക് ട്യൂഷൻ സെന്ററിലാണ്. ഉന്മേഷ് മാഷും അതുപോലെ തന്നെ ജയാനന്ദ മാഷും സദാനന്ദ മാഷും ഉള്ള ട്യൂഷൻ സെന്ററിൽ. പക്ഷെ അന്ന് തന്നെ കേട്ടിരുന്ന എൻ്റെ സഹോദരി അടക്കം പഠിച്ചിരുന്നത് മരണപ്പെട്ടാൽ മാറ്റി നിർത്തുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. കലാരംഗത്തെ പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്ക് സ്ഥാനമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അർജുനൻ മാസ്റ്ററെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. VS പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ സത്താർ ആമുഖ പ്രഭാഷണം നടത്തി. ചിത്രകാരനും ഗായകനുമായ എങ്ങണ്ടൂർ കാർത്തികേയൻ, കവി P സലീം രാജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. റിയാദ്, യഹിയ എനസ്, PK ഭാരതൻ എന്നിവർ വിനോദൻ മാസ്റ്ററെ അനുസ്മരിച്ച് സംസാരിച്ചു. കവി K ദിനേശ് രാജ, ഡോക്ടർ EB പ്രമോദ്, രവീന്ദ്രൻ എരനെഴുത്ത്, AK ജനാർദ്ദനൻ, ഗിരീഷ് പണിക്കർ എന്നിവരും സംസാരിച്ചു. കവിയത്രി ഷാജിദ സലീം വിനോദൻ മാസ്റ്ററെ കുറിച്ചുള്ള സ്മൃതിഗീതം ആലപിച്ചു. മെഹ്ഫിൻ സദസ്സിലെ അംഗങ്ങൾ ആലപിച്ച ഗാനാർച്ചനയും അരങ്ങേറി. ഇടവേള. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃപ്രയാർ മേഖലാ സമ്മേളനം ജനുവരി 23 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് താന്യം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേരുന്നു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മൻസൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി. സങ്കല്പ യാത്രയുടെ ഉദ്ഘാടനം MP ലഹർ സിംഗ് സിറോയ നിർവഹിച്ചു. Because of our vision of our Prime Minister Modi, and he is so concerned about everybody,
and all the state people of all caste and creed, that he is trying to reach to every corner of the country, and all the welfare schemes of his, which I don't want to elaborate on that, because you know, and our friends will tell you, our officers will tell you what our schemes are there for people, common people. So it is the vision of our Honorable Prime Minister that he wants to make it one country, one nation, one people, and he wants to see the benefit of our government schemes to reach. ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഐശ്വര്യ IS പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് കേന്ദ്ര സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ഇൻഷുറൻസ് 100% പൂർത്തീകരിച്ചതിന്റെ ഫോമുകൾ വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ സാമ്പത്തിക സാക്ഷരതാ കൗൺസിൽ പ്രതിനിധി ഗീത PR ചടങ്ങിൽ കൈമാറി. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൗകര്യം, കാർഷിക മേഖലയിൽ ഡ്രോൺ ഉപയോഗം പരിചയപ്പെടുത്തൽ, ഉജ്ജ്വല യോജനയ്ക്കു കീഴിൽ പുതിയ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്യൽ എന്നിവയും യാത്രയോടനുബന്ധിച്ച് നടന്നു. കാനറ ബാങ്ക് വലപ്പാട് ബ്രാഞ്ച് മാനേജർ ജീൻ ടി ജോൺ, വാർഡ് മെമ്പർമാരായ ഷൈൻ നെടിയിരുപ്പിൽ, രശ്മി ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി കേന്ദ്ര ഗുണഭോക്താക്കളോട് നേരിട്ട് സംവദിക്കുന്ന പരിപാടിയുടെ സംപ്രേഷണവും വികസിത് ഭാരത് സങ്കൽപ് യാത്രയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. അപകടത്തിൽപ്പെട്ട ഇരുകാലുകളും വാരിയെല്ലുകളും കിഡ്നിയും തകർന്ന് 1.5 വർഷമായി ചികിത്സയിൽ കഴിയുന്ന മണലൂർ സ്വദേശി മുടത്തോളി രാമകൃഷ്ണന് നവകേരള സദസ്സിലൂടെ 500,000 രൂപ ചികിത്സാ സഹായമായി ലഭിച്ചു. നവകേരള സദസ്സിൽ നൽകിയ നിവേദനം പരിഗണിച്ച സർക്കാർ 500,000 രൂപ ചികിത്സാ സഹായം അനുവദിക്കുകയായിരുന്നു. 1.5 വർഷം മുമ്പ് കാഞ്ഞാണിയിൽ വെച്ചായിരുന്നു അപകടം. നിർമ്മാണ തൊഴിലാളിയായിരുന്ന രാമകൃഷ്ണൻ കാഞ്ഞാണിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരുന്നതിനിടയിൽ പിറകിൽ നിന്ന് അമിത വേഗതയിലെത്തിയ ഇരുചക്ര വാഹനം രാമകൃഷ്ണനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വിവിധ ആശുപത്രികളിലായി നിരവധി ഓപ്പറേഷനുകൾ നടക്കുകയും ഇതിനകം 8.5 ലക്ഷത്തോളം രൂപ ചിലവാക്കുകയും ചെയ്തു. 2 മക്കളിൽ ആൺകുട്ടി അസുഖബാധിതനായി മരിച്ചിരുന്നു. പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. ഭാര്യ മറ്റു വീടുകളിൽ അടുക്കള പണിയെടുത്താണ് കുടുംബം പുലർത്തുന്നത്. രാമകൃഷ്ണന്റെ മരുന്നിനും മറ്റും നല്ലൊരു തുക ദിനംപ്രതി വേണം. കാലിന്റെ ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPM മണലൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജനാർദ്ദനൻ മണ്ണുമ്മലിന്റെയും മറ്റും നിർദ്ദേശം മാനിച്ച് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം അപേക്ഷ പരിഗണിച്ചതായും ധനസഹായം സംബന്ധിച്ചും രാമകൃഷ്ണന് സന്ദേശം ലഭിച്ചിരുന്നു. തുടർന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാഞ്ഞാണി ശാഖയിലെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് 50,000 രൂപ അക്കൗണ്ടിൽ വന്നതായി അറിഞ്ഞത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് വികസന സെമിനാർ കാഞ്ഞാണിയിൽ മരിയ ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർ സംസാരിച്ചു. ജൂനിയർ സൂപ്രണ്ട് AC അനിത, പഞ്ചായത്തിലെ മെമ്പർമാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ശിശു സൗഹൃദ പാർക്ക്, ഉപ്പുവെള്ളം കയറുന്നത് തടയുവാനായി സ്ഥിരം സംവിധാനവുമുള്ള ഷട്ടർ, കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് നവീകരണം, ഉൾനാടൻ ജലഗതാഗതത്തിൽ ടൂറിസം ബോട്ടിംഗ്, ജനകീയ ഹോട്ടൽ, ഹോമിയോ ഡിസ്പെൻസറി, സ്മാർട്ട് അംഗൻവാടി, വയോജന സൗഹൃദമാക്കുന്നതിന് വേണ്ടിയും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുമുള്ള പദ്ധതികൾ, വയോമിത്രം, സ്വയംപ്രഭ ക്രിമിറ്റോറിയത്തിൽ അഡീഷണൽ വാതക ശ്മശാനം തുടങ്ങി വിവിധ വികസന പദ്ധതികളാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. സംയോജിത പദ്ധതികൾ ഉൾപ്പെടെ നമ്മുടെ നാടിൻ്റെ വികസന പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ഓരോ സാമ്പത്തിക വർഷത്തിലും നമുക്ക് അലോട്ട് ചെയ്യുന്ന ആ പണം പ്രയോജനപ്പെടുത്താനുള്ളൊരു പ്രക്രിയയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് ആസൂത്രണം അങ്ങ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഡൽഹിയിലും വെച്ച് നടത്തിയിരുന്നതിന് വ്യത്യസ്തമായിക്കൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ്, ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കണം എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് രൂപം കൊടുക്കുന്ന പദ്ധതികളാണ് നമ്മൾ കഴിഞ്ഞ. മലപ്പുറത്ത് നടന്ന മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനവും മിസ്റ്റർ തൃശൂർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനവും വലപ്പാട് സ്വദേശിയായ VJ നബീലിന്.
വല്യകത്ത് വീട്ടിൽ ജലീലിൻ്റെയും സബീനയുടെയും മകനാണ്. ക്രൈസ്റ്റ് കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ നബീൽ. മണപ്പുറം ഫിറ്റ്നസ് സെന്ററിൽ മിസ്റ്റർ ഇന്ത്യ റഫീഖ് റോഷിന്റെ കീഴിലായിരുന്നു പരിശീലനം. നടക്കാനിരിക്കുന്ന മിസ്റ്റർ കേരള മത്സരത്തിനും ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിനുമുള്ള തയ്യാറെടുപ്പിലാണ് നബീൽ. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര മഹോത്സവം കൊടിയേറി. വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ ശാന്തി കൊടിയേറ്റം നടത്തി. തുടർന്ന് അന്നദാനവും ഉണ്ടായി. കൊച്ചിൻ മാജിക് വോയ്സിന്റെ ഗാനമേളയും രാത്രി 12 മണിക്ക് വിമാന ഗന്ധർവ പൂജയും നടത്തി. ഈ മാസം 24-ന് ബുധനാഴ്ചയാണ് ക്ഷേത്ര മഹോത്സവം. രാവിലെ ശീവേലി, വൈകിട്ട് SN പുരം തിലകൻ പ്രമാണിയായിട്ടുള്ള 101 കലാകാരന്മാരുടെ മേളം, 7 ആനകൾ അണിനിരക്കുന്ന പാണ്ടിമേളം, തുടർന്ന് വർണ്ണമഴ അന്നദാനം, ശ്രീ രാജരാജേശ്വരി എൻഡോമെന്റ് വിതരണം, കോഴിക്കോട് രംഗഭാഷയുടെ മൂക്കുത്തി നാടകം, തുടർന്ന് പള്ളിവേട്ട എന്നിവ നടക്കും. രാവിലെ പള്ളി ഉണർത്തൽ, ക്ഷേത്രകുളത്തിൽ ആറാട്ട്, ആറാട്ടുകഞ്ഞി വിതരണം, കൊടിയിറക്കൽ ചടങ്ങുകളോടെ ക്ഷേത്ര മഹോത്സവം സമാപിക്കും. പരിപാടികൾക്ക് ക്ഷേത്രസമിതി ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ, വി ആർ രാധാകൃഷ്ണൻ, വി കെ ഹരിദാസ്, വി കെ ശശിധരൻ, വി ഡി മനോജ്, വി ജെ ഷാലി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ കോക്കന്ത്ര ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ, അഭിഷേകം, മഹാഗണപതി ഹവനം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തുടർന്ന് വിശേഷാൽ പൂജ, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ, എഴുന്നള്ളിപ്പ്, മുത്തപ്പന് കളമെഴുത്തുപാട്ട്, തുടർന്ന് പ്രസാദൂട്ട് എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായൺകുട്ടി തന്ത്രിയും ക്ഷേത്രം മേൽശാന്തി ചാഴൂർ ശ്രീകുമാർ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിഷ്ണുമായ കളം, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, അത്താഴപൂജ, പറ്റ്, കേളി, ഇരിഞ്ഞാലക്കുട കലാമണ്ഡലം ബാബുവിന്റെ നേതൃത്വത്തിൽ തായമ്പക എന്നിവയുണ്ടായിരുന്നു. തുടർന്ന് പ്രസാദവൂട്ട്, എഴുന്നള്ളിപ്പ്, ദേവിക്കളം, വീരഭദ്രസ്വാമി കളം, ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, വടക്കും വാതിക്കൽ കുരുതി, മംഗളപൂജ, നടയടക്കലോടുകൂടി ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ക്ഷേത്രഭാരവാഹികളായ പ്രസിഡന്റ് വിനീഷ് മണലൂർ, സെക്രട്ടറി ദിവാകരൻ ചാഴൂർ, ഖജാൻജി സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം എരണേഴത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച ഗഡ്ജമണ്ഡപം ശിവേലിപുരയുടെയും സമർപ്പണം ഈ മാസം 24-ന് ബുധനാഴ്ച നടത്തുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് AR റോഷ്, സെക്രട്ടറി EVS സ്മിത്ത് എന്നിവർ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30-നും 11:30-നും ഇടയിൽ ശബരിമല മുൻ മേൽശാന്തി കൊടകര അഴകത്തുമനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ തന്ത്രിയും ചേർന്ന് സമർപ്പണ ചടങ്ങ് നിർവഹിക്കും. ചടങ്ങിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരിക്കും. പുലർച്ചെ 4:30 മുതൽ വിവിധ പൂജാ ചടങ്ങുകൾ, 8:30-ന് പൊങ്കാല, 9-ന് പഞ്ചവിംശതി കലശപൂജ, 10-ന് കലശാഭിഷേകം, 11:30-ന് കൊച്ചിൻ വിജയശ്രീ സ്കൂൾ ഓഫ് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഭജൻ എന്നിവ ഉണ്ടായിരിക്കും. 12-ന് ശ്രീഭൂതബലിയും തുടർന്ന് പ്രസാദ ഊട്ടും, സന്ധ്യയ്ക്ക് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൺവീനർ EM അശോകൻ, വൈസ് പ്രസിഡന്റ് ES ഷൈജു, ട്രഷറർ EV ഷെറി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം ഭക്തിനിർഭരമായി. ക്ഷേത്രം തന്ത്രി കല്ലേലി താമരപ്പള്ളി മന ദാമോദരന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ. രാവിലെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. 5 ആനകൾ അണിനിരന്ന പകൽപൂരം തോന്നിയക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. ചെറുശ്ശേരി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളം നടന്നു. നായരമ്പലം രാജശേഖരൻ ദേവിയുടെ തിടമ്പേറ്റി. രാത്രി പൂരം പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തു നിന്നും പുറപ്പെട്ടു. പഞ്ചവാദ്യം, നാദസ്വരം, കാവടിയാട്ടം, തിറകളി എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ഉണ്ണി ദാമോദരൻ, സെക്രട്ടറി TC പ്രസാദ്, ട്രഷറർ KG സുകുമാരൻ, ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ഓഫീസ് സെക്രട്ടറി ശ്രീദേവി വേണുഗോപാൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വാടനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ശീവേലി എഴുന്നള്ളിപ്പുണ്ടായി. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 9 ആനകൾ നിരന്നിരുന്നു. ആസ്ഥാന വിദ്വാൻ മേളശ്രീ പൂനാരി ഉണ്ണികൃഷ്ണന്റെയും പനങ്ങാട്ടിരി മോഹനന്മാരുടെയും പല്ലശ്ശന ശിവന്റെയും നേതൃത്വത്തിൽ 180-ൽ പരം വാദ്യകലാകാരന്മാരുടെയും നേതൃത്വത്തിൽ മേജർ സെറ്റ്, പഞ്ചവാദ്യവും ചെണ്ടമേളവും അരങ്ങേറി. പുലർച്ചെ താലപ്പൊലിയോട് കൂടിയ എഴുന്നള്ളിപ്പും ഉണ്ടായി. ഉത്സവത്തിന്റെ ഭാഗമായി വർണ്ണമഴയും നൃത്തോത്സവവും നൃത്തശില്പവും ഉണ്ടായി. വലപ്പാട് തിരുവഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം 3:30 പഞ്ചവാദ്യവും 3 ആനകളോടുകൂടിയ കാഴ്ചശീവേലിയും നടന്നു. വൈകുന്നേരം നിറമാല, പള്ളിപ്പുറം NSS കരയോഗ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, തുടർന്ന് നാട്യമയൂരി കലാക്ഷേത്ര കൊടുങ്ങല്ലൂർ അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്യങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. രാത്രി 12-ന് ഗുരുതി പൂജ, 1 മണിക്ക് വിളക്കെഴുന്നള്ളിപ്പ്,
ഭരണി ദിവസം രാവിലെ കൊടിയമ്പുഴ ദേവസ്വം വക പട്ടുസമർപ്പണം, ആനവിഴുങ്ങി കുഞ്ഞാണ്ടി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ താലി ചാർത്തൽ, കോതകുളം ബീച്ച് ഭരണിവേല ആഘോഷ കമ്മിറ്റി വക പൂരം, തുടർന്ന് കറുകതല കാർത്തികേയന്റെ നേതൃത്വത്തിൽ പറയ സമുദായക്കാരുടെ വേലകയറ്റം എന്നിവയോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അശ്വതി ഭരണിവേല ആഘോഷം സമാപിച്ചു. തൃപ്രയാർ പന്നിപ്പുലത്ത് ശ്രീ അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ പായസപൂജയ്ക്കും കളമെഴുത്ത് പാട്ടിനും സമാപനമായി. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, രാത്രി അത്താഴ പൂജ, വിഷ്ണുമായയ്ക്ക് രൂപക്കളം എഴുന്നള്ളിപ്പ്, കളത്തിൽ നൃത്തം എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ജിനേഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ PG സിദ്ധാർത്ഥൻ, PK സുരേഷ് ബാബു, PS ജഗദീശൻ, PB സതീശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശ്രീ പനയംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ചേറ്റുവ ഹാർബർ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കലാദർശൻ അവതരിപ്പിച്ച ഗാനമേളയും മെഗാഷോയും അരങ്ങേറി. ചേറ്റുവ ഹാർബറിൽ വെച്ച് വൈകിട്ടോടെ നടന്ന പരിപാടികൾക്ക് ഹാർബർ പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് UK അശോകൻ, സെക്രട്ടറി KS ലിതീഷ്, EC പ്രജിത്ത് എന്നിവർ നേതൃത്വം നൽകി. മലയാളി ബാർബറിലുള്ള ബംഗാളി ഇന്ന് ബാർബറിലേറെയും ബംഗാളി ബാർബറിലുള്ള ബംഗാളി ഇന്ന് ബാർബറിലേറെ
നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഹെഡ് ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി വിൽക്കുന്നതിനുള്ള പരസ്യലേലം 20-ന് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വലപ്പാട് ബാങ്ക് ഹെഡ് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 048723911231 23958409 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. വാടനപ്പള്ളിയിൽ കരിക്ക് വിൽപ്പനയ്ക്കിടെ കുഴഞ്ഞു വീണ വയോധികൻ മരിച്ചു. ചിലങ്ക സെന്ററിന് വടക്കുവശം കരിക്ക് കട നടത്തിയിരുന്ന മേപ്പറമ്പിൽ വീട്ടിൽ കുട്ടനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. നേരത്തെ വാടനപ്പള്ളിയിലെ ചുമട്ടുതൊഴിലാളിയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3:15 നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ കുട്ടനെ വാടനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ എങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും. നാട്ടിക പഞ്ചായത്തിൽ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തി LDF ഭരണസമിതി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.